ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. SLC തലത്തിലുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇപ്പോൾ ലൈവാണ്. ഒപ്പം ഉടൻ തന്നെ വരികയാണ് വെബ്കോ LDC. കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ LDC തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷാജനകമായ ഒരു തസ്തിക തന്നെയാണിത്. പക്ഷെ ഈ തസ്തികയെ പറ്റി പറയുമ്പോൾ മുഖവരിയായി പറയട്ടെ, വളരെയധികം നിയമന സാധ്യതകളുള്ള ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ അടുത്ത കാലത്തായിട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ അലംഭാവമെന്നും അത് എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നുമുള്ള കാര്യം ഞാൻ പിന്നീട് വേക്കൻസികളെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ പറയാം. നമുക്കിപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളൊന്ന് പരിശോധിച്ച ശേഷം അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് എത്താം. നോക്കൂ, SSLC തലത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന നിലയിൽ ഇവിടെ SSLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷനായി വരിക. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. SLC തലത്തിലുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ ഏജ് ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഏജ് പോലെ തന്നെയാണ് 18-36 എന്നുള്ളതാണ്. അവിടെ പിന്നാക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് 3 വർഷം 39 വയസ്സ് വരെ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ചാണെങ്കിൽ 36+5 41. പക്ഷേ പട്ടികജാതി പട്ടികവർഗത്തിന് മറ്റൊരു നേട്ടം കൂടി ഇവിടെ ഉണ്ട്. 41 വരെ എന്ന് കരുതി 42 ഉണ്ട് എന്ന് കരുതി അയക്കാതിരിക്കരുത്. കാരണം ഇവിടെ പറയുന്നുണ്ട്, ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ഏജ് റിലാക്സേഷൻ ചെക്ക് പാര 21, 21, 22, 23, 24, 25 ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ നമ്മളുടെ ജനറൽ കണ്ടീഷനിൽ ഈ സെക്കൻഡ് പാരയിൽ പറയുന്ന പല കാര്യങ്ങൾ കൂടി ബാധകമാകുമ്പോൾ SC/ST വിഭാഗത്തെ സംബന്ധിച്ചും SC/ST വിഭാഗത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് OX എന്ന വിഭാഗത്തിലെത്തിയവരെ സംബന്ധിച്ചും അവർക്ക് 50 വയസ്സ് വരെ അയക്കാൻ കഴിയും. പക്ഷെ ഒരു കണ്ടീഷൻ പാലിക്കപ്പെടണം. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ SLC ആണ്. ആ SLCക്ക് മുകളിലുള്ളൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വെറും SLC ഉള്ളെങ്കിൽ ഈ പറഞ്ഞ 41 വയസ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. പക്ഷെ അതിനേക്കാൾ ഉയർന്ന ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. ആർക്കൊക്കെ? SC/ST അതുപോലെ തന്നെ SC/STയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത വിഭാഗം. അപ്പോൾ ആ കാര്യം കൂടി ഇത്തരണത്തിൽ നിങ്ങൾ ഓർക്കേണ്ടതാണ്. അടുത്തത്, നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്ന ലിസ്റ്റ്, അതായത് ഇപ്പോൾ കറണ്ട്ലി ഒരു ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് 6/2/2024 പ്രസിദ്ധീകരിച്ചത്. സ്വാഭാവികമായും 5/2/2027 വരെയാണ് ഇതിന്റെ കാലാവധി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപേക്ഷിക്കുന്ന ഈ തസ്തികയുടെ ഇനിയൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് 6/2/2027 എന്ന ഡേറ്റ് മുതലായിരിക്കും. ഇവിടെ ഇതൊരു സ്റ്റേറ്റ് വൈസ് സെലക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പറയുമ്പോൾ അതിനൊരൊറ്റ പരീക്ഷയെ ഉണ്ടാവൂ. ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവൂ, പ്രിലിമിനറി ഉണ്ടാവില്ല. പക്ഷേ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രിലിമിനറി പരീക്ഷയും ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു മെയിൻ പരീക്ഷയും ഉണ്ടാകും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറി പരീക്ഷയ്ക്ക് അവിടെ വന്ന കട്ട് ഓഫ് കുറെ കൂടുതലായിരുന്നു. സ്റ്റേറ്റ് വൈസ് ആണല്ലോ. 80.33 കട്ട് ഓഫ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, രണ്ടാമത്തെ മെയിൻ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 76.67 അന്ന് സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ മെയിൻ ലിസ്റ്റിൽ 1623 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ സപ്ലിമെന്ററി ലിസ്റ്റുകളായി 1532 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. ഡിഫറൻറ്റ്ലി ഏബിൾഡ് 46 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. ടോട്ടൽ 3201 പേരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ വിപുലമായ ഒരു ലിസ്റ്റ് ആയിരുന്നു. ഇവിടെ ഇതിന്റെ കരിയർ പ്രോഗ്രഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ LDC ആയിട്ട് കയറിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് UDC ആകാൻ പറ്റും.
UDCയിൽ നിന്ന് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത് സീനിയർ അസിസ്റ്റന്റിലേക്കാണ്. ഇവിടെ ഒരു പ്രത്യേകത നമ്മുടെ വെബ്കോയിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അവിടെ 2 ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് LDC, മറ്റൊന്ന് അസിസ്റ്റന്റ്, സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു ഇത്. LDC ആയിട്ട് കയറുന്ന ഒരാള് UDC ആയതിനു ശേഷം കൺവെർട്ട് ചെയ്ത് അസിസ്റ്റന്റ് ഗ്രേഡ് 2ൽ എത്തിയതിനു ശേഷം മാത്രമേ അന്ന് സീനിയർ ഗ്രേഡ് ആകാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്തപ്പോൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ തസ്തിക എന്ത് ചെയ്തു? റദ്ദാക്കി. അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക അവിടെ റദ്ദാക്കുകയുണ്ടായി. റദ്ദാക്കി കഴിഞ്ഞപ്പോൾ LDCയെ സംബന്ധിച്ച് പ്രൊമോഷൻ സ്കോപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. കാരണം LDCയിൽ നിന്ന് UDCയിൽ എത്തുന്നു, UDCയിൽ നിന്ന് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകുന്നു, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്താൻ കഴിയും, അവിടെ നിന്ന് മാനേജർ എന്നുള്ള പോസ്റ്റിൽ എത്താൻ കഴിയും, റീജിയണൽ മാനേജർ എന്ന തസ്തികയിലേക്കും എത്താൻ കഴിയും. അപ്പോൾ അസിസ്റ്റന്റ് തസ്തിക റദ്ദ് ചെയ്യപ്പെട്ടതോടുകൂടി LDCയെ സംബന്ധിച്ച് ഇവിടെ ഒരു മികച്ച പ്രൊമോഷൻ സാധ്യതയുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ PSC കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു 3500ഓളം പേരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടും വെബ്കോയുടെ ഭാഗത്ത് വല്ലാത്തൊരലംഭാവം നമ്മൾ കാണുകയാണ്. ഇവിടെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ മുൻകൈ എടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമാണ്. അത് ഞാൻ എന്തെന്ന് വിശദീകരിച്ചു തരാം. 6/2/2024 നിലവിൽ വന്ന ഈ ലിസ്റ്റ് നമുക്കറിയാം. 24 കഴിഞ്ഞ് നമ്മളിപ്പോൾ 25 ഡിസംബർ മാസമായി എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1 വർഷവും 8 മാസവും ആ ലിസ്റ്റ് പിന്നിടുമ്പോൾ അവിടെ ആകെ നടന്ന നിയമനം 249. മുൻപെങ്ങും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മുൻപ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തിക ഉള്ളപ്പോൾ പോലും ബിവറേജസ് LDCയിൽ 1000-ൽ പരം നിയമനം, 1500ഓളം നിയമനമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അസിസ്റ്റന്റ് ഇല്ലാതാക്കിയപ്പോൾ ആ കേഡർ സ്ട്രെങ്ത് കൂടി LDCയിലേക്ക് വരേണ്ടതാണ്. പക്ഷെ അത് റിഫ്ലക്ട് ചെയ്തില്ല. അപ്പോൾ ചിലർക്കും 249 നിയമനം അവിടെ നടന്നല്ലോ, അപ്പൊ അത് തൃപ്തികരമല്ലേ സാർ? അത്രയും നടന്നിട്ടുണ്ടല്ലോ, ഇനി ബാക്കി നടക്കുമായിരിക്കും എന്ന് ചിന്തിച്ചാൽ അവിടെ വരട്ടെ. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നിയമനം നടന്നിരിക്കുന്നത് ഒരൊറ്റ ഫ്രഷ് വേക്കൻസിയിലാണ്. അതായത് ഈ ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പുതിയ ഒഴിവ്, ഫ്രഷ് ഒഴിവ് എന്ന് പറയുന്നത് 1 മാത്രമാണ്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ 248, 249 ആണല്ലോ നിയമനം നടന്നത്. 248 എന്താണ്? അത് NJD ആണ്. എന്താണ് കുഞ്ഞുങ്ങളെ NJD എന്ന് പറഞ്ഞാൽ? NJD എന്ന് പറഞ്ഞാൽ നോട്ട് ജോയിനിങ് ഡ്യൂട്ടി. ഇതിനു മുമ്പുള്ള ലിസ്റ്റിൽ നിന്ന് കുറെ പേര് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ആ ജോയിൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അത് NJD വേക്കൻസിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിലേക്ക് ഇവർ എന്ത് ചെയ്തു? അഡ്വൈസ് ചെയ്തു. വീണ്ടും അതിൽ NJD ആയവരെ അഡ്വൈസ് ചെയ്തു, വീണ്ടും NJD ആയവരെ അഡ്വൈസ് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 വർഷം അടുക്കുന്ന ഈ സാഹചര്യത്തിലും ബിവറേജസ് കോർപ്പറേഷനിൽ നടക്കുന്നത് NJD. അവരാകെ റിപ്പോർട്ട് ചെയ്ത് 1 വേക്കൻസിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 വർഷം കൊണ്ട് അവിടെ LDC കേഡറിലുള്ളതിൽ ഒരാൾ മാത്രമേ റിട്ടയർ ചെയ്തിട്ടുള്ളായിരുന്നു. ആർക്കും പ്രൊമോഷനിലൂടെ വേക്കൻസി ഉണ്ടാകുമല്ലോ, റിട്ടയർമെന്റിലൂടെ വേക്കൻസി ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോകുമ്പോൾ, ജോലി കിട്ടി പോകുമ്പോൾ അവിടെ വേക്കൻസി ഉണ്ടാകുമല്ലോ. ആ വേക്കൻസി ഒന്നും ഇവിടെ പ്രതിഫലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു അജ്ഞാത കാരണത്താല് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിൽ അലംഭാവം വെബ്കോയിലുണ്ടായിരിക്കുന്നു. ഈ 2 വർഷ കാലയളവിൽ യഥാവിധി വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഏകദേശം 1000-ൽ കവിയുന്ന ഒരു അഡ്വൈസ് ഇവിടെ നടക്കേണ്ടതാണ്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസിയും അതിൻ്റെ NJDയും കൂടെ ഒക്കെ ആകുമ്പോൾ 1000-ൽ കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വെബ്കോ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇനി കോൺട്രാക്ട് വർക്കേഴ്സിനെ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ? നിയമനങ്ങൾക്കൊരു നിരോധനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ നിയമന നിരോധനം ഏർപ്പെടുത്തേണ്ട കാര്യം ബെപ്കോയിലില്ല. ബെപ്കോയെ സംബന്ധിച്ചിടത്തോളം ബെപ്കോ ലാഭകരമായി ഓടുന്നൊരു സ്ഥാപനം. നമ്മൾ KSRTCയുടെ കാര്യം പറയുന്നു, അതുപോലെയല്ല, വളരെ ലാഭകരമായി ഓടുന്നൊരു സ്ഥാപനം. ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ശാഖകൾ ബെപ്കോയിൽ അനുവദിക്കപ്പെടുകയാണ്. ലാഭകരമായ ബിസിനസ്സാണ്. അവിടെ വേക്കൻസി തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങളൊരു പ്രക്ഷോഭം നയിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉദ്യോഗാർത്ഥികളുടെ സംഘടനകൾ, റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ തീർച്ചയായും അതിനെ സംബന്ധിച്ച് എക്സൈസ് മന്ത്രിക്ക് നിവേദനങ്ങൾ കൊടുക്കണം, ഇവിടെ ഇതിൻ്റെ ഡയറക്ടർക്ക് നിവേദനങ്ങൾ കൊടുക്കണം. ആ ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് മാറ്റിയെടുക്കണം. കാരണം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് ബെപ്കോ എന്നതിൽ സംശയമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ആവശ്യമായ നിവേദനങ്ങൾ കൊടുക്കുക. വിവരാവകാശ നിയമത്തിലൂടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്? ഇത്രയും നാൾ എത്ര വേക്കൻസികൾ ഉണ്ടായിട്ടുണ്ട്? എത്ര പേർ റിട്ടയർ ചെയ്തിട്ടുണ്ട്? എത്ര പേർക്ക് പ്രൊമോഷൻ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ വരുമ്പോൾ എത്ര വേക്കൻസികൾ ഉണ്ടാകും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് സമഗ്രമായ രീതിയിൽ നിയമനങ്ങൾ നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് നല്ല തസ്തികയാണ്, ലാഭക്ഷമതയുള്ളതാണ്. നമുക്കറിയാം ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് ഇനി നഷ്ടത്തിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല. അവിടെ നല്ല പ്രൊമോഷൻ സ്കോപ്പ് അല്ലേ പറഞ്ഞത്. LDC, UDC, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, റീജിയണൽ മാനേജർ, പിന്നെ അങ്ങനെ അതായത് LDC മുതൽ റീജിയണൽ മാനേജർ വരെ എത്താൻ കഴിയുന്നൊരു പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞതൊന്നും ചിന്തിക്കേണ്ട, ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. നിങ്ങളെ കൂടുതൽ സുഖിപ്പിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഒരു വേക്കൻസി മാത്രം 2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുക, ബാക്കിയെല്ലാം NJD ആയിട്ട് വന്നെന്ന് പറഞ്ഞാൽ പുതിയ ഒഴിവുകൾ വന്നില്ല. ആ പുതിയ ഒഴിവുകൾ വരണം. പുതിയ ഒഴിവുകൾ വന്നാൽ മാത്രമേ ആ റാങ്ക് ലിസ്റ്റിലുള്ള നിയമനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അപേക്ഷിക്കണം, എല്ലാവരും അപേക്ഷിക്കണം, പരീക്ഷ എഴുതണം, നല്ല റാങ്കുകളിൽ വരാൻ ശ്രമിക്കണം. അതുതന്നെയായിരിക്കണം നമ്മുടെ ശ്രമം. അതിനുവേണ്ടിയാണ് നമ്മൾ ഊർജിതമായി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.